ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 25 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ 25 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിന് മുന്നേ നമ്മൾ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലാസ്സുകൾ കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാകുകയുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ടു ഡിസ്കസ് ടേംസ് വിത്ത് ആൻ എനിമി. ടു ഡിസ്കസ് ടേംസ് വിത്ത് ആൻ എനിമി. എനിമി ആയിട്ട് നമ്മളൊരു സംഭാഷണത്തിൽ ഏർപ്പെടുന്ന, അപ്പോൾ തർക്ക പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടാവുന്നല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വേർഡ് ഏതാണ്? ഓക്കെ, ഏത് വേർഡാണെന്ന് കിട്ടിയോ? ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പാർലി ആണ്. പാർലി ആണ് ടു ഡിസ്കസ് ടേംസ് വിത്ത് ആൻ എനിമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പ്ലേസ് സൈഡ് ബൈ സൈഡ്. അതായത് എന്താണ്? തുടരെ തുടരെ അടുക്കുക എന്നുള്ള അർത്ഥമാണ് പ്ലേസ് സൈഡ് ബൈ സൈഡിന്റെ മീനിങ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് വാക്ക്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജെക്സ്റ്റപ്പോസ് ആണ്. ജെക്സ്റ്റപ്പോസ് ആണ് പ്ലേസ് സൈഡ് ബൈ സൈഡ്. അതായത് ഒരു സൈഡിൽ അടുക്കുക, അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഇങ്ങനെ അടുക്കി വരുന്ന ആ ഒരു ഓർഡറിനെയാണ് ജെക്സ്റ്റപ്പോസ് ഓർഡർ എന്ന് വിളിക്കുന്നത്. അതായത് പ്ലേസ് സൈഡ് ബൈ സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ശ്രദ്ധിച്ച് നോക്കുക, 4 ഓപ്ഷൻസും ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓഫ് ദ ടു ഷീ എന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരെ തമ്മിൽ കമ്പയർ ചെയ്തിരിക്കുകയാണ്, രണ്ടുപേരെ മാത്രം. അപ്പോൾ നമ്മൾ എപ്പോഴും കമ്പാരിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓഫ് ദ ഷീ ഈസ് ദ ബെറ്റർ ആണ്. പക്ഷേ നമ്മൾ ചില കണ്ടീഷൻസിൽ ഓഫ് ദ ടു ഷീ ഈസ് ദ ബെസ്റ്റും യൂസ് ചെയ്യാറുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എ ചൂസ് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓഫ് ദ ടു ഷീ ഈസ് ദ ബെറ്റർ. വൈ? എന്താണ് അതിന്റെ റീസൺ എന്താണ്? രണ്ട് പേരെയാണ് അവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി ഉള്ള ബെറ്റർ ആയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ബി സെലക്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: യു ഡാഷ് ക്രോസ് ദ റോഡ് വെൻ ദ ലൈറ്റ്സ് ആർ റെഡ്. അതായത് ലൈറ്റ് റെഡ് ആയിരിക്കുന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്യാനേ പാടില്ല. അപ്പോൾ ഉറപ്പായിട്ടും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യത്തിനെയാണ് എന്ത് പറയുന്നത്? നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ്, മസ്റ്റ് നോട്ട് ആണ്. യു മസ്റ്റ് നോട്ട് ക്രോസ് the road when the lights are red. Okay, next question: if she wanted to pursue her studies, the word which is the nearest opposite to the meaning of the word underlined. Opposite word ആണ് കണ്ടുപിടിക്കേണ്ടത്. pursue എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? കണ്ടിന്യൂ ചെയ്യുക. അതായത് അവളുടെ പഠിത്തം അവൾക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് സെന്റൻസിൽ പറയുന്നത്. അപ്പൊ പെർഷ്യൂന്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ളത് ഇവിടെ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡിസ്കണ്ടിന്യൂ ആണ്. പെർഷ്യൂ ഓപ്പോസിറ്റ് ഡിസ്കണ്ടിന്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: it is not easy to dash KS examination. KS examination പരീക്ഷ പാസ്സാകുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഈസി അല്ല. അപ്പൊ ആ ഒരു മീനിങ്ങിൽ വരുന്ന ഏത് ഫ്രേസ് ആണ് യൂസ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗെറ്റ് ത്രൂ ആണ്. ഗെറ്റ് ത്രൂ എന്നാൽ ഒരു പ്രതിസന്ധി മറികടക്കുക അല്ലെങ്കിൽ പരീക്ഷ പാസ്സാകുക എന്നൊക്കെയാണ് ഗെറ്റ് ത്രൂവിന്റെ മീനിങ് വരുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഗെറ്റ് ത്രൂ KS examination. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് സർക്യൂട്ടസ്. സർക്യൂട്ടസിന്റെ മീനിങ് നമുക്കറിയാം. സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താണ് അല്ലേ? സർക്യൂട്ടസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും വളഞ്ഞും തിരിഞ്ഞും പുറഞ്ഞും ഒക്കെ പോയിട്ടുണ്ട്. അതായത് ഇൻഡയറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സർക്യൂട്ടസിന്റെ ആയിട്ട് ബന്ധമുള്ള മീനിങ് ആണ് ഇൻഡയറക്റ്റ്. നെക്സ്റ്റ്: despite having huge coal reserve in our country, why do we import millions of tons of coal? എന്താണ്? this sentence is a dash. എന്താണ് ഈ സെന്റൻസ്? തന്നിരിക്കുന്ന സെന്റൻസ് ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. തന്നിരിക്കുന്നത് എന്താണ്? ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി എ സോളാർ പാനൽ ഈസ് ടു ബി ഇൻസ്റ്റാൾഡ്. തന്നിരിക്കുന്ന സെന്റൻസിൽ ഏതാണ് അണ്ടർലൈൻഡ് പാർട്ട്? അതായത് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു സെന്റൻസിന്റെ ജസ്റ്റ് ഒരു പാർട്ട് മാത്രമാണ്. അപ്പൊ സെന്റൻസിലെ ഒരു ഭാഗം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഏത് ഓപ്ഷൻ ആണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വാക്യാംശമാണ് ദ ഫ്രൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ലാസ്റ്റ് നൈറ്റ് വി വെന്റ് ഔട്ട് വിത്ത് സം ഫ്രണ്ട്സ് ഓഫ് ഡാഷ്. ലാസ്റ്റ് നൈറ്റ് വി വെന്റ് ഔട്ട് വിത്ത് സം ഫ്രണ്ട്സ് ഓഫ് ഡാഷ്. ആരെയാണ്?
ആരെയാണ് ആൻസർ വരുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇതാണ് ഓപ്ഷൻസ്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഔസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വേർഡ് ഈസ് റോങ്ലി സ്പെൽറ്റ്? തന്നിരിക്കുന്നതിൽ റോങ്ലി സ്പെൽറ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഫസ്റ്റ് സോജേൺ, സോൾഡിയർ, സോവറീൻ, സോളം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? തെറ്റായിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സോവറീൻ ആണ്. സോവറീന്റെ സ്പെല്ലിംഗ് SOVEREI ആണ് വരുന്നത്. ഇവിടെ IE അല്ല, EI ആണ് വരുന്നത്. അപ്പൊ സോവറീൻ SOVEREIGN ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിനോണിം ഓഫ് ഹാർബിഞ്ചർ. ഹാർബിഞ്ചറിന്റെ സിനോണിം എന്താണ്? എന്താണ്? മുൻഗാമി എന്നാണ് വരുന്നത്. അതായത് ഒരാളെ എന്താണ്, മുൻകൂട്ടി കാണാൻ കഴിയുന്ന ആള്, അല്ലെങ്കിൽ മുൻഗാമി എന്നൊക്കെ നമ്മൾ ഹാർബിഞ്ചർ എന്നുള്ളതിന്റെ മീനിങ്. അപ്പൊ അത് വെച്ചിട്ട് ഇവിടെ ഓപ്ഷൻ സി ആണ് വരുന്നത്, ഫോർ റണ്ണർ ആണ്. ഫോർ റണ്ണർ, മുൻഗാമി, നമുക്ക് മുന്നേ നടക്കുന്ന ആളാണ് ഹാർബിഞ്ചർ. അപ്പൊ ഹാർബിഞ്ചറിന്റെ സിനോണിം ഫോർ റണ്ണർ ആണ്, ഫോർ റണ്ണർ. നെക്സ്റ്റ്, ടു കട്ട് യുവർ ഓൺ ത്രോട്ട് എന്നതിന്റെ മീനിങ് എന്താണ്? ഇത് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു എന്താണ്, ഒരു 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 പ്രോവർബാണ്. ടു കട്ട് യുവർ ത്രോട്ട്, അല്ലെങ്കിൽ ഒരു ശൈലിയാണ് ഇത്. അപ്പൊ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ടു ഡു സംതിങ് ബിക്കോസ് യു ആർ ആംഗ്രി. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ടു കട്ട് യുവർ ഓൺ ത്രോട്ട് എന്ന് പറയുന്നത്. ടു ഡു സംതിങ് ബിക്കോസ് യു ആർ ആംഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രാക്ടീസ് എമംഗ് ദോസ് വിത്ത് പവർ ഓർ ഇൻഫ്ലുവൻസ് ഓഫ് ഫേവറിംഗ് റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സ് എസ്പെഷ്യലി ബൈ ഗിവിംഗ് ദം ജോബ്സ്. അതായത് നമ്മുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫേവർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, മറ്റുള്ളവരെക്കാട്ടിലും അവർക്ക് കുറച്ച് എന്താണ് സ്ഥാനം നൽകിയാണെങ്കിൽ, പ്രത്യേകിച്ചും ജോലിയുടെ കേസിൽ നമ്മൾ എന്ത് പറയും? സ്വജനപക്ഷപാതം എന്ന് പറയും. ആൻസർ ഓപ്ഷൻ ബി ആണ്, നെപ്പോട്ടിസം ആണ്. നെക്സ്റ്റ്, ഹോൾഡ് ദ ലൈറ്റ്. ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. സോ ടാഗ് ഷുഡ് ബി വാട്ട്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വിൽ യു ആണ് വരുന്നത്. വിൽ യു, ഹോൾഡ് ദ ലൈറ്റ്, വിൽ യു. നെക്സ്റ്റ്, എ പീസ് ഓഫ് മ്യൂസിക് സങ് ഓർ പ്ലേഡ് അറ്റ് നൈറ്റ് അണ്ടർ ദ വിൻഡോ ഓഫ് ഹിസ് ബിലോവ്ഡ്. എന്താണ് ആൻസർ വരുന്നത്? എ പീസ് ഓഫ് മ്യൂസിക് സങ്, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് രാത്രികാലത്തിൽ നമ്മളൊരു ഒരു പ്രേമ സംഗീതം അല്ലെങ്കിൽ ഒരു പ്രണയ സംഗീതം പാടുന്നു. അതിന് നമ്മൾ എന്ത് വിളിക്കും? സെർനഡ എന്ന് വിളിക്കും. SERENAD ആണ്, പ്രണയ സംഗീതമാണ് സെർനഡേ. ഓക്കെ, സെർനഡേ. നെക്സ്റ്റ്, there is a vacancy for an expert dash page layout. പേജ് ലേഔട്ടിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഒരു വേക്കൻസി എവിടെയുണ്ട്? എക്സ്പെർട്ട് ആയിട്ടുള്ളത് ഏതിൽ? പേജ് ലേഔട്ടിൽ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഓപ്ഷൻ ബി ആണ്, ഇൻ ആണ് വരുന്നത്. എക്സ്പെർട്ട് ഇൻ പേജ് ലേഔട്ട്. നെക്സ്റ്റ്, എ സപ്ലിമെന്റ് ടു എ വിൽ. അതായത് എന്താണ് സപ്ലിമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മരണാനന്തരം കൊടുക്കുന്ന, മരണത്തിന് മുന്നേ കൊടുക്കുന്ന ഒരു അനുബന്ധ വിവരം, അതുപോലെ ആ ഒരു സംഭവം, ഒരു മരണപത്രമാണ് സപ്ലിമെന്റ് ടു എ വിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എന്ത്? കൊഡിസിലാണ്. കൊഡിസിലാണ്. നെക്സ്റ്റ്, ഇഫ് യു കോസ് എനി മോർ ട്രബിൾ ഡാഷ് കംപ്ലീറ്റ് ദ സെന്റൻസ്. അതായത് ഇഫ് ക്ലോസ് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇഫ് യു കോസ് എനി മോർ ട്രബിൾ, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ട്രബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ഇവിടെ നോക്കുക, കോസ് എനി മോർ ട്രബിൾ ആണ്. ഇഫ് ക്ലോസിനകത്ത് വന്നിരിക്കുന്നത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ആൻസർ ചെയ്യും? ആൻസർ എന്ത് യൂസ് ചെയ്യും? ഷുഡ് ബി. യുവർ പാസ് ഷുഡ് ബി ക്യാൻസൽഡ് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്രഞ്ച് വേർഡ് ബൊനാമി മീൻസ്. ഫ്രഞ്ച് വേർഡ് ആണിത്. ആൻസർ എന്താണ്? ബൊനാമി മീൻസ് ഓപ്ഷൻ ബി ആണ്, ഗുഡ് ഫ്രണ്ട് ആണ് വരുന്നത്. ഗുഡ് ഫ്രണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മീനിങ് ഓഫ് ഓണസ്. ഓണസ് എന്നാൽ അതിന്റെ മീനിങ് ഉത്തരവാദിത്തം എന്നാണ് മലയാളം. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്തത്, ദ വേർഡ് സ്കിൻഡിലേറ്റിംഗ് മീൻസ്. സ്കിൻഡിലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന, അല്ലെങ്കിൽ എന്താണ്, കത്തുന്ന എന്നൊക്കെ ഉള്ള മീനിങ് ആണ് സ്കിൻഡിലേറ്റിങ്ങിനുള്ളത്. അപ്പൊ സ്കിൻഡിലേറ്റിങ്ങിന്റെ മീനിങ് ഉള്ളത് ഇവിടെ ഏതിനാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്പാർക്ലിംഗ് ആണ്. സ്പാർക്ലിംഗ്. വിരാട് കോഹ്ലി ഈസ് മോർ സ്കിൽഫുൾ ദാൻ എനി അതർ പ്ലേയർ ഇൻ ഇന്ത്യ. ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്
ഇഫ് നീഡഡ്. ഇതിന് ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് വേണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിരാട് കോഹ്ലി ഈസ് മോർ സ്കിൽഫുൾ ദാൻ എനി അതർ പ്ലെയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഏതൊരു പ്ലെയറിനെക്കാട്ടിലും എന്താണ് മോർ സ്കിൽഫുൾ ആയിട്ടുള്ളത് വിരാട് കോഹ്ലിയാണ്. തന്നിരിക്കുന്ന സെന്റൻസ് ശരിയാണ് അല്ലേ? സോ നോ ചേഞ്ച് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്രിമിനൽ വാസ് ടോട്ടലി ടേക്കൺ ഡാഷ് വെൻ ദ പോലീസ് റിക്കഗ്നൈസ്ഡ് ഹിം. പോലീസ് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അവരെന്ത് ചെയ്തു? ക്രിമിനൽ പിന്നെന്ത് ചെയ്തു? പിന്തിരിഞ്ഞോടിപ്പോയി എന്നുള്ള അർത്ഥത്തിലാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. അബാക്ക് ആണ്. ടേക്കൺ അബാക്ക് എന്ന് വെച്ചാൽ എന്താണ്? പിന്തിരിഞ്ഞോടുക എന്നുള്ള അർത്ഥമാണ് ടേക്കൺ അബാക്ക്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലാറ്റിൻ വേർഡ് സൈൻ ഡൈ മീൻസ്. സൈൻ ഡൈ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വെക്കുകയാണ്, പക്ഷെ ആ പ്രോഗ്രാമിന് പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അതായത് കൺഫേം ആക്കാത്ത ഒരു ഡേറ്റ് ഉള്ള സംഭവങ്ങളെ നമ്മൾ എന്ത് പറയും? സൈൻ ഡൈ എന്ന് പറയും. ഇൻഡെഫിനിറ്റ്ലി ഉറപ്പില്ലാത്ത ഒരു തീയതി പ്രഖ്യാപിക്കുന്നതാണ് ഇൻഡെഫിനിറ്റ്ലി സൈൻ ഡൈ എന്നതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ 25 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 25 ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത്, ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഡൗട്ട് ആയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കമന്റ് സെക്ഷൻ യൂസ് ചെയ്ത് നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.